കുറച്ച് കൂടുതൽ ഉള്ളിയൊക്കെ ചേർത്ത് നല്ല മുരുമുരാ മുരിഞ്ഞ ഉള്ളിവട, അതിന്റെ ഉള്ളിലായി ഒരു മുട്ടയും. ഇങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം കേട്ടോ, കാരണം ഇല്ലേ നമ്മളിത് കഴിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഉണ്ടാക്കാനായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത ഒരു 6-7 സബോള എടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി, 1-2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ വലിയ ജീരകം. ഇനി പൊടികളായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചേറെ കറിവേപ്പിലയും കൂട്ടിയിട്ട് കൈ ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് കടലമാവാണ് കേട്ടോ. ഞാനിവിടെ ഒരു 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിനെ കൈവെള്ളയിൽ ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഫില്ലിങ്ങിനായിട്ട് പുഴുങ്ങിയ ഒരു മുട്ടയുടെ പകുതിയും കൂടെ വെച്ചിട്ട് മുട്ടേനെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായി തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ഓരോ മുട്ടവടയും ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഇടയ്ക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ, ഉള്ളു വേഗം കൂടി ചെയ്യണം. ഇനി ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറിൽ എത്തുമ്പോഴത്തേക്കിന് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവര് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. ഇത് വേണമെങ്കിൽ സോസ് മുക്കി കഴിക്കാം. ഇതിന്റെ ഉള്ളൊന്ന് ഞാൻ തുറന്നു കാണിക്കാം കേട്ടോ. എന്താ രസം!